നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീഡിയോയിൽ പറയുന്ന വിവരങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക അറിയിപ്പുകളും പൊതുവായി ലഭ്യമായ വിവരങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ്. പുതിയ ഉത്തരവുകളോ സർക്കുലറുകളോ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും സംസാരിക്കുന്നത് കർഷകരെയും കേന്ദ്ര സർക്കാരിന്റെ വിവിധ ആനുകൂല്യ പദ്ധതികളെയും സംബന്ധിച്ച പ്രധാന വിവരങ്ങളാണ്. പ്രത്യേകിച്ച് PM കിസാൻ സമ്മാൻ നിധി യോജന. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പേയ്മെന്റ് ലഭ്യമാക്കാൻ നിർബന്ധമായും പൂർത്തിയാക്കേണ്ട നടപടികൾ, പലർക്കും എന്തുകൊണ്ട് തുക വൈകുന്നു, അപേക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ 24ാം ഗഡു, ഈ വിഷയങ്ങൾ വിശദമായി നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി എന്താണെന്ന് ചുരുക്കത്തിൽ ഓർമ്മിപ്പിക്കാം. അർഹരായ കർഷകർ വർഷത്തിൽ ആകെ 6000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. ഈ തുക ഓരോ വർഷവും 3 ഗഡുക്കളായി ഓരോ ഗഡുവിലും 2000 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ഗഡുക്കളായി ഒരു കാര്യം വ്യക്തമാണ്: അർഹതയുണ്ടെങ്കിലും ചിലർക്ക് തുക വൈകുകയാണ്. ചിലരുടെ അപേക്ഷകൾ പെൻഡിംഗ് ആയി തുടരുന്നു. ചിലരുടെ സ്റ്റാറ്റസിൽ വിവിധ സന്ദേശങ്ങളാണ് കാണിക്കുന്നത്. ഇതിന്റെ പ്രധാന കാര്യം രേഖകളിലെ അപാകതകളോ നിർബന്ധമായ പരിശോധനകൾ പൂർത്തിയാക്കാത്തതോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ട ആദ്യ കാര്യം ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നതാണ്. കേന്ദ്ര സർക്കാർ പലതവണ വ്യക്തമാക്കിയതുപോലെ ഈ KYC പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളിലേക്ക് ഗഡു വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ KYC പൂർത്തിയാക്കിയതായി ഉറപ്പിക്കുക. OTP മുഖാനയോ ഫേസ് ഓതന്റിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള പൊതുസേവന കേന്ദ്രത്തിന്റെ സഹായത്തോടെയോ ഈ KYC പൂർത്തിയാക്കാൻ സാധിക്കും. പലരും മുൻപ് ശ്രമിച്ചപ്പോൾ OTP ലഭിക്കാത്തത്, ആധാറുമായി മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചിട്ടില്ലാത്തത് തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ആദ്യം ആധാർ വിവരങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ നടത്തുന്നതാണ് നല്ലത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ആധാർ ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചാൽ മാത്രം മതിയാവില്ല. NPCI സംവിധാനത്തിലൂടെ ആധാർ നമ്പർ സജീവ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നതും പരിശോധിക്കണം. ഈ ഘട്ടത്തിൽ പ്രശ്നമുണ്ടായാൽ തുക ക്രെഡിറ്റ് ചെയ്യുന്നതിൽ വൈകാൻ സാധ്യതയുണ്ട്. ഇത് പരിശോധിക്കാൻ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടാം. ആവശ്യമായാൽ പുതിയ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കാനും ബാങ്ക് അധികൃതരുടെ സഹായം തേടാവുന്നതാണ്. മൂന്നാമത്തെ പ്രധാന വിഷയം ഭൂമിയുടെ രേഖകളുടെ പരിശോധനയാണ്. പദ്ധതി യഥാർത്ഥ അർഹരായ കർഷകരിലേക്ക് മാത്രമായി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും ഭൂമിയുടെ വിവരങ്ങൾ പരിശോധിക്കുന്ന നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപേക്ഷയുടെ പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമി രേഖകളിൽ എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടോ എന്ന് ബന്ധപ്പെട്ട റവന്യൂ ഓഫീസിലോ കൃഷി ഓഫീസിലോ പരിശോധിക്കുന്നത് നല്ലതാണ്. രേഖകൾ കൃത്യമല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വളരെയധികം ബാധിക്കും. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് വരാം. സ്റ്റാറ്റസ് പെൻഡിംഗ് എന്ന് കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം: പെൻഡിംഗ് എന്നത് എല്ലാ സാഹചര്യത്തിലും അപേക്ഷ തള്ളിക്കളഞ്ഞു എന്നർത്ഥമല്ല. പലപ്പോഴും അപേക്ഷ പരിശോധനയിലാണെന്നോ അതേപോലെ ബന്ധപ്പെട്ട വകുപ്പിന്റെ അംഗീകാരം ലഭിക്കുന്നുണ്ടെന്നോ രേഖകൾ വീണ്ടും പരിശോധിക്കുകയാണെന്നോ അർത്ഥമാകാം. അതിനാൽ പെൻഡിംഗ് എന്ന സന്ദേശം കണ്ടാൽ ആദ്യം ഭയപ്പെടേണ്ടതില്ല. അതേസമയം ഏറെ നാളായി പെൻഡിംഗ് നില തുടരുകയാണെങ്കിൽ നിങ്ങളുടെ രേഖകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ആധാർ വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ, പേര്, ജനന തീയതി എന്നിവയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരുത്തുന്നതാണ് ഉചിതം. മറ്റൊരു പ്രധാന സംശയം പലരും ചോദിക്കുന്നുണ്ട്: മുമ്പ് തുക ലഭിച്ചിരുന്നു, ഇപ്പോൾ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നതാണ്. ഇതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. പുതിയ പരിശോധനകൾ, രേഖകളിലെ പൊരുത്തക്കേടുകൾ, ഈ KYC പൂർത്തിയാക്കാത്തത്, ബാങ്ക് വിവരങ്ങളിലെ മാറ്റം, ഭൂമി വിവരങ്ങളുടെ പരിശോധന പൂർത്തിയാക്കാത്തത് തുടങ്ങിയവ പ്രധാന കാരണങ്ങളായി വരാം. അതിനാൽ ഓരോ ഗുണഭോക്താവും ഇടയ്ക്കിടെ സ്വന്തം വിവരങ്ങൾ പരിശോധിക്കുന്ന ശീലം വളർത്തണം. കേന്ദ്ര സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികളിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനായി ഡിജിറ്റൽ പരിശോധനകൾ ശക്തമാക്കുകയാണ്. യഥാർത്ഥ അർഹരായ ആളുകൾക്ക് മാത്രം ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലാണ് ഇത്തരം പരിശോധനകൾ നടക്കുന്നത്. അതുകൊണ്ട് രേഖകൾ ശരിയായി നിലനിർത്തുന്നത് ഓരോ ഗുണഭോക്താവിന്റെയും ഉത്തരവാദിത്തമാണ്. ചില സാഹചര്യങ്ങളിൽ റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്ന സന്ദേശവും കാണാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നൽകിയ ആധാർ നമ്പറോ രജിസ്റ്റർ നമ്പറോ അതുപോലെ തന്നെ മൊബൈൽ നമ്പറോ തെറ്റായിരിക്കാം. അല്ലെങ്കിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടാവാം. അതുകൊണ്ട് വിവരങ്ങൾ നൽകുമ്പോൾ കൃത്യമായ രേഖകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഉറപ്പാക്കണം.
ഇനി ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം നോക്കാം. പലരും ബാങ്ക് അക്കൗണ്ട് മാറ്റിയ ശേഷവും പഴയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും നൽകുന്നത്. ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ വിവരങ്ങൾ ശരിയായി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാന വിഷയം, ആധാറിലെ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തം. ഉദാഹരണത്തിന് ആധാറിൽ ഒരു രീതിയിലും ബാങ്ക് അക്കൗണ്ടിൽ മറ്റൊരു രീതിയിലുമായിരിക്കാം പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. ചെറിയ അക്ഷര പിശകുകൾ പോലും പരിശോധനയെ ബാധിക്കാം. അതിനാൽ ആവശ്യമായാൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ തിരുത്തലുകൾ നടത്തുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു സംശയം, മൊബൈൽ നമ്പർ മാറിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ പുതിയ നമ്പർ ആവശ്യമായ സ്ഥലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് OTP അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ പൂർത്തിയാക്കേണ്ട സാഹചര്യങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, നിരവധി വ്യാജ സന്ദേശങ്ങളും വ്യാജ ഫോൺ കോളുകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. PM കിസാൻ തുക ലഭിക്കാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, OTP പറയുക, പണം അടയ്ക്കുക എന്നിങ്ങനെ പലതരത്തിലുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ നടത്താറുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. OTP, ബാങ്ക് വിവരങ്ങൾ, ATM പിൻ, ഇന്റർനെറ്റ് ബാങ്കിംഗ് വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുത്. സാധാരണയായി PM കിസാൻ പദ്ധതിയിൽ വർഷത്തിൽ 3 ഗഡുക്കളായാണ് തുക വിതരണം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മുൻകാല വിതരണ തീയതികളെ അടിസ്ഥാനമാക്കി അടുത്ത ഗഡു എപ്പോൾ വരണമെന്നതിനെക്കുറിച്ച് ചില വിലയിരുത്തലുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തരം വിലയിരുത്തലുകൾ പ്രതീക്ഷകൾ മാത്രമാണ്, ഔദ്യോഗിക പ്രഖ്യാപനമല്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല തീയതികളും വിശ്വസിക്കരുത്. കാരണം ചിലർ ഒരു പ്രത്യേക ദിവസം തന്നെ പണം ലഭിക്കുമെന്ന് പറയുമ്പോൾ മറ്റു ചിലർ മറ്റൊരു തീയതിയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ 24ാം ഗഡുവിന്റെ പ്രത്യേക തീയതി, റിലീസ് തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പല വ്യാജ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് യഥാർത്ഥ റിലീസ് തീയതി സ്ഥിരീകരിക്കാനാവുക. അതുവരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തീയതികളെ ഔദ്യോഗികമായി വിവരമായി കണക്കാക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.